നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയായിട്ടാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ബ്രിഡ്ജാണിത്. ചാലക്കുടി പുഴയാണ് ഈ കാണുന്നത്. തമിഴ്, ഹിന്ദി, മലയാളം സിനിമകളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ബഹുഭാഷാ ചിത്രമായ ബാഹുബലിയിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളിയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സൗകര്യമുള്ളത്. ഒരാൾക്ക് ടിക്കറ്റിന് 60 രൂപയാണ്. പാർക്കിംഗ് ഫീ 40 രൂപയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത്. പ്രത്യേകിച്ചൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊന്നുമില്ല. റോഡിന് ഒരു വശത്തായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. കിലോമീറ്ററുകളോളം വണ്ടികൾ ഇങ്ങനെ പാർക്കിങ്ങിൽ കിടക്കുകയാണ്. പാർക്കിങ്ങിനായി പ്രത്യേകം ഗ്രൗണ്ടൊന്നുമില്ല, എങ്കിലും പാർക്കിംഗ് ഫീ ആയിട്ട് 60 രൂപ ഈടാക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള. ഇവിടെ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ഇതൊരു ജൂൺ മാസമാണ്. നല്ല മഴയുള്ള സമയമായതിനാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വെള്ളത്താൽ സമൃദ്ധമായിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായി വന്നിട്ടുണ്ട്. ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. ഇതിലൂടെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററുകളോളം നടക്കണം, എന്നാലേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുള്ള ദൂരമുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നുമായിട്ട് അകത്തേക്ക് കയറരുതെന്നാണ്. കാരണം ഇവിടെ ധാരാളം കുരങ്ങന്മാരുടെ ശല്യമൊക്കെ ഉണ്ട്. കുരങ്ങന്മാർ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ തട്ടിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആദ്യമേ തന്നെ കാണുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ്. അതിനുശേഷം രണ്ടാമതാണ് താഴ്ഭാഗം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് ഇവിടുന്ന് താഴേക്ക് പോയ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതൊരു ജൂൺ മാസമായതിനാലും അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയമായതിനാലും ഒരുപാട് വിനോദസഞ്ചാരികൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നതിനായി വരുന്നുണ്ട്. ആദ്യം ആൾക്കാർ ടോപ്പ് ഭാഗമാണ് കാണുന്നത്. അതിനുശേഷം താഴെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗമുള്ളത്. ടോപ്പ് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വന്യമായിട്ടുള്ള രൂപം. വളരെ വിശാലവും ഭംഗിയേറിയതുമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. വെള്ളം പതഞ്ഞൊഴുകുന്ന കാഴ്ച കാണാനായി ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ബാഹുബലി പോലെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഇവിടെ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെയാണ് ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. 25 മീറ്റർ ഉയരവും 100 മീറ്റർ വീതിയുമാണ് ഇവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനുള്ളത്. ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനും സിനിമകളുടെ ഇഷ്ട ലൊക്കേഷനും ഒക്കെയാണ് ഈ വെള്ളച്ചാട്ടം. അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ പതിയെ താഴത്തെ കാഴ്ചകൾ കാണാനായി താഴേക്ക് വന്നു. താഴെയാണ് സുഹൃത്തുക്കളെ കാഴ്ചകളുടെ ശരിക്കുള്ള പർദീസ എന്ന് പറയുന്നത്. മുകളിലുള്ള വെള്ളച്ചാട്ടത്തിനേക്കാളും മുകളിലെ കാഴ്ചകളെക്കാളും വളരെ മനോഹരമാണ് താഴെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച. ഈ കാഴ്ച കാണുന്നതിനായി ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം കാണാൻ വരുമ്പോൾ മഴക്കോട്ട് വാങ്ങി മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ മുഴുവൻ നനഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളച്ചാട്ടം അടുത്ത് പോയൊക്കെ ആസ്വദിക്കണമെങ്കിൽ മഴക്കോട്ടില്ലാതെ എന്തായാലും പറ്റത്തില്ല. ക്യാമറ കൊണ്ട് റീൽസ് എടുക്കുന്നവർക്കാണേലും പണിയാണ്. കാരണം ക്യാമറയുടെ ലെൻസിലേക്കെല്ലാം വെള്ളം അടിച്ചു കയറി പെട്ടെന്ന് തന്നെ കാഴ്ചകളൊക്കെ മങ്ങലേൽക്കും. അതുകൊണ്ട് ക്യാമറയുടെ ലെൻസൊക്കെ എപ്പോഴും തുടയ്ക്കാനേ നേരം കാണുകയുള്ളൂ. ഇവിടെ ധാരാളം കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന കുരങ്ങന്മാർ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടുത്തെ കാഴ്ച അവർണ്ണനീയമാണ്. വളരെ വിശാലമായൊരു വെള്ളച്ചാട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ പ്രശസ്ത സംവിധായകനായ മണിരത്നത്തിൻ്റെ ശ്രാവൺ എന്ന സിനിമയിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെച്ചാണ്. ഈ വെള്ളച്ചാട്ടത്തിന് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ആസ്വദിക്കണമെങ്കിൽ ശരിക്കും ജൂൺ മാസത്തിൽ തന്നെ വരണം. ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നീരൊഴുക്കുള്ളത്. വെള്ളച്ചാട്ടത്തിലേക്ക് നീരൊഴുക്ക് കൂടുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി 10 ഇരട്ടിയായി വർദ്ധിക്കും. അതിമനോഹരമാണ്. റീൽസ് എടുക്കുന്നവരുടെ പറുദീസയാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നവരെല്ലാം തന്നെ നനഞ്ഞു കുളിച്ചാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഇവിടെ റീൽസിനും വീഡിയോയ്ക്കും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്.
വെള്ളച്ചാട്ടം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ റീൽസ് എടുക്കാനൊന്നും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ക്യാമറ മുഴുവൻ എപ്പോഴും നനഞ്ഞേ ഇരിക്കുകയുള്ളൂ. ക്യാമറ വൃത്തിയാക്കാനേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ക്യാമറയുടെ ലെൻസും എല്ലാം വെള്ളം അടിച്ച് കയറി മങ്ങലായി. ഇപ്പം ഓരോ സെക്കൻഡിലും നമ്മുടെ ക്യാമറയുടെ ലെൻസിലേക്ക് വെള്ളം അടിച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ.